Hi friends, welcome back to Widget Master. Endgame-ന്റെ പേരിൽ ഇതുവരെ ഇറങ്ങിയിട്ടുള്ള ട്രെയിലറുകളും കൂടാതെ ഫോട്ടോസും കൂടാതെ ബാക്കിയുള്ള സെറ്റ് ഇമേജിലുമെല്ലാം അവർ ഫേക്ക് ആയിട്ടുള്ള കാര്യങ്ങൾ ഉപയോഗിക്കാറുണ്ട്. അതായത് നമ്മൾ ഫാൻസിനെ ഒരുപാട് തെറ്റിദ്ധരിപ്പിക്കാനായിട്ട് അവർ മനഃപൂർവ്വം ചില കാര്യങ്ങൾ ആഡ് ചെയ്യാറുണ്ട്. കാരണം നമുക്ക് ഒരിക്കലും ഈ പ്ലോട്ടിനെ പറ്റിയുള്ള ഒരു ഡീറ്റെയിൽസ് നമുക്ക് ലഭിക്കാതിരിക്കാൻ. അതുകൊണ്ട് തന്നെ നമുക്ക് പൂർണ്ണമായിട്ടും വിശ്വസിക്കാൻ കഴിയുന്നത് ഇതുപോലുള്ള ലീക്സും കൂടാതെ ബാക്കി സ്പോയിലേഴ്സുമാണ്. അതുകൊണ്ട് തന്നെ ഇന്നത്തെ വീഡിയോയിൽ അങ്ങനെ ഒരു ലീക്കിനെ പറ്റിയാണ് പറയാൻ വരുന്നത്. സോ അതുകൊണ്ട് തന്നെ തീർച്ചയായും സ്പോയിലേഴ്സ് കാണും. നമുക്ക് വീഡിയോ ഇട്ട് കിടക്കാം. അതിന് മുമ്പ് നിങ്ങൾ എന്റെ ഈ ചാനലിലെ വീഡിയോ ആദ്യമായിട്ട് കാണണമെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, അതോടൊപ്പം ബെല്ലൈക്കൺ കൂടെ എനേബിൾ ചെയ്യുക. ഞാൻ എപ്പോൾ പുതിയ വീഡിയോ ഇട്ടാൽ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരുന്നതാണ്. സോ ലെറ്റ്സ് സ്റ്റാർട്ട്. ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത് മറ്റൊരു ലീക്കിനെ കുറിച്ചാണ്. ഈ ഒരു ലീക്ക് നമുക്ക് ലഭിച്ചത് റോക്കറ്റ് റെക്കോർഡിന് സ്പാനിഷിൽ ഡബ് ചെയ്യുന്ന ഡബിംഗ് ആർട്ടിസ്റ്റിൽ നിന്നാണ്. സെർജിയോ സരീത്ത എന്ന ഡബിംഗ് ആർട്ടിസ്റ്റിലൂടെയാണ് ഈ ഒരു ലീക്ക് പുറത്തായത്. ഈ ഒരു ലീക്കിന്റെ ആദ്യത്തെ ഭാഗം നോക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അദ്ദേഹം പറയുന്നത് ഇപ്രകാരമാണ്: എൻഗെയിം എന്ന സിനിമ സന്തോഷിപ്പിക്കും, എന്നാൽ അവസാനം നിങ്ങളെ വിഷമിപ്പിക്കും. ഒരു സുപ്രധാന ക്യാരക്ടർ ഇതിൽ മരിക്കുന്നുണ്ട്. അതോടെ തന്നെ എനിക്ക് കൂടുതലായി പറയാൻ സാധിക്കുകയില്ല. ഞാൻ കൂടുതലായി പറഞ്ഞിട്ടുണ്ടോ എന്ന് പോലും എനിക്ക് അറിയുകയില്ല. ഇത്രയുമാണ് അദ്ദേഹം ഈ ലീക്കിന്റെ ആദ്യ ഭാഗത്തിൽ പറയുന്നത്. അതോടെ തന്നെ നമുക്ക് പറയാൻ സാധിക്കും, എൻഗെയിമിൽ നമ്മൾ ഇഷ്ടപ്പെടുന്ന ഒരു സുപ്രധാന ക്യാരക്ടർ മരിക്കുന്നുണ്ട്. ഇപ്പോൾ നിലനിൽക്കുന്നത് മെയിൻ അവഞ്ചേഴ്സ് ടീമിലെ 6 പേരും കൂടാതെ സ്കോട്ട്ലാൻഡും വാമിഷനും പിന്നീട് ക്യാപ്റ്റൻ മാർവലുമാണ്. എന്നാൽ അവസാനം പറഞ്ഞ 3 പേരും ഒരു സുപ്രധാന ക്യാരക്ടർ ആണെന്ന് ചോദിച്ചാൽ തീർത്തും പറയാൻ സാധിക്കുകയില്ല. എന്നാൽ ക്യാപ്റ്റൻ മാർവൽ ഈ കൂട്ടത്തിൽ പെടുകയില്ല. കാരണം ഫേസ് 4-ൽ മെയിൻ ലീഡ് ചെയ്യാൻ പോകുന്നത് ക്യാപ്റ്റൻ മാർവൽ തന്നെയാണ്. അതുകൊണ്ട് തന്നെ ബാക്കി 2 പേരും സുപ്രധാന ക്യാരക്ടർ ഒരിക്കലുമല്ല. എന്നാൽ മെയിൻ അവഞ്ചേഴ്സ് ടീമിലെ 6 പേരുമാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. എന്നാൽ എൻഗെയിമിൽ നമ്മൾ ഇഷ്ടപ്പെടുന്ന ഒരാൾ തീർച്ചയായും മരിക്കുമെന്നാണ് ഈ ഒരു ലീക്കിൽ പറഞ്ഞത്. നിങ്ങൾക്കറിയാം, ഡബിംഗ് ആർട്ടിസ്റ്റുകൾക്ക് പൂർണ്ണമായും അതിന് സ്ക്രിപ്റ്റ് കാണാൻ സാധിക്കുകയില്ല. അവർ ഡബ് ചെയ്യുന്ന ആ ഒരു ക്യാരക്ടറിന്റെ ഭാഗം മാത്രമേ അവർക്ക് ലഭിക്കുകയുള്ളൂ. അതുകൊണ്ട് തന്നെ സെർജിയോ സരീതയ്ക്ക് ലഭിച്ചിട്ടുള്ളത് റോക്കറ്റിന്റെ ഭാഗം മാത്രമായിരിക്കും. അതുകൊണ്ട് തന്നെ ആയിരിക്കും ഒരു ക്യാരക്ടർ എന്ന് പറഞ്ഞതും. എന്നാൽ ഒന്നിൽ കൂടുതൽ പേരുണ്ടോ എന്ന് നമുക്ക് തീർത്തും പറയാൻ സാധിക്കുകയില്ല. എന്നിരുന്നാലും ഒരു കാര്യം ഉറപ്പാണ്, നമ്മൾ ഇഷ്ടപ്പെടുന്ന ഒരാളുടെയെങ്കിലും മരണം എൻഗെയിമിൽ കാണുമെന്നത് തീർച്ചയാണ് ഈ ഒരു ലീക്കിൽ നിന്ന്. ഈ ഒരു ആദ്യത്തെ ലീക്കിൽ അദ്ദേഹം പറഞ്ഞിരുന്ന ഒരു പ്രധാനപ്പെട്ട അവഞ്ചറിന്റെ മരണമാണെങ്കിൽ, അടുത്ത ലീക്കിൽ അദ്ദേഹം പറയുന്നത് എൻഗെയിമിലെ റോക്കറ്റിന്റെ മാനസികാവസ്ഥയാണ്. ഇൻഫിനിറ്റി വാറിൽ റോക്കറ്റിന്റെ അവസ്ഥ നമ്മൾ മനസ്സിലായതാണ്. എത്രത്തോളം വിഷമത്തിലാണ് റോക്കറ്റ് എന്ന് നമ്മൾ കണ്ടതാണ്. അതുകൊണ്ട് തന്നെ എൻഗെയിമിലും റോക്കറ്റ് ആ ഒരു മാനസികാവസ്ഥയിൽ തന്നെയാണെന്നും അടുത്ത ലീക്കിൽ അദ്ദേഹം പറയുന്നു. കൂടാതെ ഈ അടുത്ത ലീക്കിലൂടെ അദ്ദേഹം പറയുന്നത് റോക്കറ്റിന്റെ ഇപ്പോഴത്തെ മാനസികാവസ്ഥയാണ്. നിങ്ങൾക്കറിയാം, ഇൻഫിനിറ്റി വാറിൽ നിന്ന് റോക്കറ്റിന് എന്തൊക്കെ നഷ്ടമായെന്ന്. റോക്കറ്റിന് ഇഷ്ടപ്പെടുന്ന എല്ലാവരും ഇൻഫിനിറ്റി വാറിൽ മരിച്ചിരുന്നു. ഗാർഡിയൻസ് ഓഫ് ഗാലക്സി ടീമിലെ പ്രധാനപ്പെട്ട 4 പേരും കൂടാതെ റോക്കറ്റിന് ഏറ്റവും ഇഷ്ടപ്പെട്ട ഗ്രൂട്ടിന്റെ ഈ ഒരു മരണം റോക്കറ്റിനെ എത്രമാത്രം വേദനിപ്പിച്ചത് നമ്മൾ ഇൻഫിനിറ്റി വാറിൽ തന്നെ കണ്ടതാണ്. കൂടാതെ ഗ്രൂട്ട് മരിക്കാൻ നേരം റോക്കറ്റിനെ വിളിച്ചത് ഡാഡും എന്നാണ്. അതുകൊണ്ട് തന്നെ ഒരുപാട് വിഷമത്തിലാണ് റോക്കറ്റ് എന്ന് നമുക്ക് ഇൻഫിനിറ്റി വാറിൽ തന്നെ മനസ്സിലായതാണ്. റോക്കറ്റ് ഇൻഫിനിറ്റി വാറിൽ ഉണ്ടായതിനേക്കാൾ കൂടുതൽ വിഷമത്തിലാണ് എൻഗെയിമിൽ നിന്നും ഈ ഒരു ലീക്കിൽ പറയുന്നു. ഈ ഒരു ലീക്കിൽ പറയുന്നത് ഇപ്രകാരമാണ്: റോക്കറ്റിന്റെ മാനസികാവസ്ഥ ഇപ്പോൾ വല്ലാത്തൊരു നിലയിലാണ്. റോക്കറ്റ് ഒരുപാട് വിഷമത്തിലാണ്, അതേപോലെ ദേഷ്യത്തിലും. ഈ ഒരു വിഷമവും ദേഷ്യം കാരണം മറ്റാരോടും സംസാരിക്കുന്ന പോലുമില്ല. ഇത്രയുമാണ് ഈ ഒരു ലീക്കിൽ നമുക്ക് കൂടുതലായും മനസ്സിലാകുന്നത്. അതുകൊണ്ട് തന്നെ ഇൻഫിനിറ്റി വാറിൽ ഉണ്ടായതിനേക്കാൾ ഒരുപാട് വിഷമത്തിലാണ് റോക്കറ്റ് ഇപ്പോൾ എൻഗെയിമിലുള്ളത്. നിങ്ങൾക്കറിയാവുന്നതാണ്, റോക്കറ്റ് എൻഗെയിമിൽ തോറുമായി ഒരുപാട് കൂട്ടുകെട്ടിലായത്. കൂടാതെ എൻഗെയിമിൽ റോക്കറ്റും ബ്രൂസ് ബാനറും തമ്മിൽ നല്ലൊരു ഫ്രണ്ട്ഷിപ്പിലെത്തുമെന്നും കുറെ ലീക്കുകൾ പറഞ്ഞിരുന്നു. കൂടാതെ എൻഗെയിമിന്റെ ട്രെയിലറിൽ നമുക്ക് മനസ്സിലായതാണ് റോക്കറ്റും വാമിഷനും ഒരുപാട് കൂട്ടായത്. ഇതെല്ലാം നമുക്ക് മനസ്സിലായിട്ടുള്ളതാണ്. എന്നാൽ അതുകൊണ്ട് തന്നെ ഇവരിൽ ആർക്കൊക്കെയോ എന്തൊക്കെയോ തീർച്ചയായും സംഭവിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് റോക്കറ്റ് പിന്നെയും കൂടുതൽ വിഷമത്തിലായത്. കൂടാതെ ഡബിംഗ് ആർട്ടിസ്റ്റ് സെർജിയോ സരീത്ത പറയുന്ന ബാക്കിയുള്ള ലീക്സിൽ നിന്ന് നമുക്കത് വ്യക്തമായി മനസ്സിലാക്കാൻ സാധിക്കും. കൂടാതെ തോറായി അഭിനയിക്കുന്ന ക്രിസ് ഹെംസ്വർത്തിന്റെയും കൂടാതെ ബ്രൂസ് ബാനർ ആയിട്ടുള്ള മാർക്ക് റഫേലോയുടെയും കരാർ എൻഗെയിമോടുകൂടി കഴിയുകയാണ്. ഇവർ കരാർ പിന്നീട് പുതുക്കിയോ നമുക്ക് തീർത്തും പറയാൻ സാധിക്കില്ല. കാരണം അതിനെപ്പറ്റി ഇതുവരെ ഒരു ഒഫീഷ്യൽ കൺഫർമേഷനും ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇവരിൽ ആരെങ്കിലും മരിക്കുമോ എന്ന് നമുക്ക് പറയാൻ സാധിക്കുകയില്ല. ഒരുപക്ഷെ എൻഗെയിമിൽ റോക്കറ്റ് മറ്റാരെങ്കിലുമായി കൂട്ടുകെട്ടിലായി കാണും. ആ ഒരു സുപ്രധാന ക്യാരക്ടറിന്റെ മരണമായിരിക്കും ഈ ഒരു ലീക്കിൽ ആദ്യം പറഞ്ഞത്. ചിലപ്പോൾ അതുകൊണ്ട് തന്നെയാവും റോക്കറ്റ് ഇത്രയും വിഷമത്തിലായതും. കൂടാതെ കഴിഞ്ഞ ദിവസം ഇറങ്ങിയ ഒഫീഷ്യൽ പോസ്റ്ററിലും റോക്കറ്റ് ഒരുപാട് വിഷമത്തിലായിട്ടാണ് നമ്മൾ കണ്ടിരുന്നത്. റോക്കറ്റിനെയും തോറിനെയും ബന്ധപ്പെടുത്തിയിട്ടുള്ള കുറെ കാര്യങ്ങളാണ് ഈ ഒരു ലീക്കിൽ അദ്ദേഹം കൂടുതലായും പറയുന്നത്. കൂടാതെ ബാക്കിയുള്ള ലീക്സ് അദ്ദേഹം പറഞ്ഞത് ഇതൊക്കെയാണ്: റിവേഴ്സ് ചെയ്യാൻ പറ്റാത്ത ഒരുപാട് കാര്യങ്ങൾ നടക്കും. തോറുമായി ബന്ധപ്പെട്ട ഒരുപാട് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങളും നടക്കുമെന്നും. അതുകൊണ്ട് തന്നെ പെർമനന്റ് ആയിട്ടുള്ള കുറെ കാര്യങ്ങൾ എൻഗെയിമിൽ നടക്കുമെന്നത് തീർച്ചയാണ്. ചിലരുടെ മരണവും കൂടാതെ റോക്കറ്റും വേറൊരാളുമായി ഒരു ഡയലോഗ് ഉണ്ടെന്നും അദ്ദേഹം പറയുന്നു. പക്ഷെ അത് എന്താണെന്നും അദ്ദേഹം പൂർത്തിയാക്കിയിട്ടില്ല. കൂടാതെ റോക്കറ്റ് അത് ആരോടാണ് പറയുന്നതെന്നും അദ്ദേഹം പൂർത്തിയാക്കിയിട്ടില്ല. അതുകൊണ്ട് തന്നെ ഈ ഒരു ഡയലോഗ് ഒരുപാട് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളതാണ്. ചിലപ്പോൾ ഇത് വലിയൊരു സ്പോയിലർ ആയേക്കാം. അതുകൊണ്ട് തന്നെയാകും ഇത് ഒഴിവാക്കിയതും.
എന്നിരുന്നാലും റോക്കറ്റിനും തോറും തമ്മിൽ പ്രധാനപ്പെട്ട എന്തൊക്കെയോ എൻ ഗെയിമിൽ ഉണ്ടെന്നുള്ളത് തീർച്ചയാണ്. നമ്മളെ ഒരുപാട് അത്ഭുതപ്പെടുത്തുന്നതും കൂടാതെ ഒരുപാട് നിരാശപ്പെടുത്തുന്നതുമായ ഒരുപാട് കാര്യങ്ങൾ എൻ ഗെയിമിൽ റോക്കറ്റുമായി ഉണ്ടെന്നുള്ളതും തീർച്ചയാണ്. ഈ ലീക്സിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയും അത് തന്നെയാണ്. കൂടാതെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരാളുടെ മരണവും എൻ ഗെയിമിൽ ഉണ്ടെന്നുള്ളതും തീർച്ചയാണ്. എൻ ഗെയിമിന്റെ ഇതുവരെയുള്ള ലീക്സിൽ നമുക്ക് മനസ്സിലായിട്ടുള്ളതാണ് റോക്കറ്റും തോറും എറും മിഷന് വേണ്ടി പോയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ എൻ ഗെയിമിൽ ആ ഒരു മിഷന്റെ ഏറ്റവും വലിയ പ്രാധാന്യം ഇത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. കാരണം റോക്കറ്റിനെയും തോറിനെയുമാണ് നമ്മൾ എപ്പോഴും ഒരുമിച്ച് കണ്ടിട്ടുള്ളത് ഇതുവരെയുള്ള ലീക്സിൽ നിന്ന്. അതുകൊണ്ട് തന്നെ തീർച്ചയായും എൻ ഗെയിമിൽ റോക്കറ്റിന് വലിയൊരു പ്രാധാന്യം തന്നെ ഉണ്ടെന്നും ഇതിൽ നിന്ന് നമുക്ക് വ്യക്തമായി മനസ്സിലാക്കാൻ സാധിക്കും. ഈ ഒരു ലീക്കിൽ നിന്ന് തോർ മരിക്കുമോ അല്ലെങ്കിൽ ബ്രൂസ് ബാനർ മരിക്കുമോ തീർത്തും പറയാൻ സാധിക്കുകയില്ല. കാരണം ലീക്ക് എപ്പോഴും ലീക്ക് മാത്രമാണ്. അതിന് സത്യാവസ്ഥ എന്താണെന്ന് അറിയണമെങ്കിൽ തീർച്ചയായും നമ്മൾ എൻ ഗെയിം വരെ കാത്തിരിക്കേണ്ടി വരും. അതുകൊണ്ട് തന്നെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും നിങ്ങൾ ലൈക്ക് ചെയ്യുക. അതോടൊപ്പം നിങ്ങളുടെ അഭിപ്രായ നിർദ്ദേശങ്ങളും ഈ വീഡിയോയുടെ കമന്റ് ബോക്സിൽ നിങ്ങൾക്ക് രേഖപ്പെടുത്താം. നിങ്ങൾക്ക് നിങ്ങളുടെ ഫാൻ തിയറീസും പ്ലോട്ട്സും ഈ വീഡിയോയുടെ കമന്റ് ബോക്സിൽ നിങ്ങൾക്ക് രേഖപ്പെടുത്താം. ഈ ഒരു എപ്പിസോഡിൽ നമുക്ക് ഡീറ്റെയിൽ ആയിട്ടും ക്ലിയർ ആയിട്ടും ബ്രേക്ക് ഡൗൺ ചെയ്യാൻ പ്രതീക്ഷയോടെ എന്റെ പേര് അമൽ. യു ആർ വാച്ചിങ് വിഡ്ജറ്റ് മാസ്റ്റർ.